എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാർലിംഗ് ഫാമിലിയിലെ ഗാർലിംഗ് ഫിഗർലാൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ വൺ പീസിൽ ഗാർലിംഗ് ഫിഗർലാൻഡിനെ കുറിച്ച് അധികമായിട്ട് ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ അടുത്തുള്ള ചാപ്റ്ററിലാണ് ഗാർലിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പുറത്ത് വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുഴുവൻ നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡിനെ കുറിച്ചായിരിക്കും. ഇനി അങ്ങോട്ടുള്ള സ്റ്റോറിയിൽ നമ്മുടെ ഗാർലിങ്ങിൻ്റെ റോള് എന്തായിരിക്കും, ഗാർലിംഗ് ആരോടെയൊക്കെ ആയിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, ഗാർലിങ്ങിൻ്റെ പവർ ലെവൽ എത്രയായിരിക്കും, ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൻ അൽപ്പിക്കുന്നത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അത് ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡ് ഇപ്പോൾ 5 എൽഡേഴ്സിലൊരു മെമ്പറാണ്. ഈ 5 എൽഡേഴ്സിൽ മെമ്പർ ആകുന്നതിന് മുമ്പ് ഗാർലിംഗ് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ അവരെ കൊല്ലാൻ നമ്മുടെ ഗാർലിങ്ങിന് അധികാരം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ റിവറിൽ നടന്ന സമയത്ത് ഷിറാഹോഷിനെയും വിവിനെയും ഒക്കെ സഹായിച്ച ആ സെലസ്റ്റിയൽ ഡ്രാഗനെ നമ്മുടെ ഗാർലിങ് കൊല്ലുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം നമ്മുടെ സാറ്റേണിൻ്റെ ഡെത്തോടുകൂടി നമ്മുടെ ഇമു ഗാർലിങ്ങിനാണ് 5 എൽഡേഴ്സിലൊരു മെമ്പറാക്കി മാറ്റുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡ് ആയിരിക്കും ഇപ്പോൾ 5 എൽഡേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ. കാരണം ഗാർലിങ് അവിടേക്ക് വരുന്ന സീനിൽ തന്നെ നമുക്ക് കാണാം, ഗാർലിങ് അവരെയൊന്നും വലിയ രീതിക്ക് റെസ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഗാർലിംഗ് ചെയ്യണമെങ്കിൽ ഗാർലിംഗ് അത്രമാത്രം പവർഫുൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗാർലിങ്ങിൻ്റെ പവർ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് സ്കാർ കൊടുത്തത് നമ്മുടെ ഗാർലിംഗ് ഫിഗർലാൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഈ തിയറി സത്യമാകാൻ നല്ല ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ആ സ്കാർ വരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഷാങ്ക്സ് വൈറ്റ് ബീഡിനെ കാണാൻ പോയ സമയത്ത് വൈറ്റ് ബീഡ് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മുഖം കാണുമ്പോൾ എൻ്റെ ദേഹത്ത് സ്കാർ വരുത്തിയ ആളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഷാങ്ക്സിൻ്റെ ഫാദറാണ് ഗാർലിംഗ് എന്ന്. അപ്പം നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ദേഹത്ത് ഈ സ്കാർ കൊടുത്തത് നമ്മുടെ ഗാർലിംഗ് ആയിരിക്കും. ആ സ്കാർ കൊടുക്കുന്നത് നമ്മുടെ ഗാർലിങ്ങിൻ്റെ പ്രൈം ടൈമിലായിരുന്നു. എന്നാൽ നമ്മുടെ ഗാർലിംഗ് ഇപ്പോൾ വളരെ വയസ്സായിട്ടുണ്ട്. ഏജ് അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ 5 എൽഡേഴ്സിലൊരു മെമ്പർ ആയതുകൊണ്ട് നമ്മുടെ ഗാർലിങ്ങിനും നമ്മുടെ ഇമു ആ പവർ കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർലിങ്ങിന് ഏജ് കൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഗാർലിംഗ് ഫിഗർലാൻഡ് ഇപ്പോഴും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഫൈനൽ ബാറ്റിൽ നമ്മുടെ ഗാർലിംഗ് നമ്മുടെ ലൂഫിയുടെയും അതുപോലെ തന്നെ ലൂഫിൻ്റെ ഗ്രാൻഡ് ഫ്ലീറ്റിനും വളരെ രീതിക്കുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഗാർലിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഷാങ്ക്സ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ഗാർലിങ്ങിൻ്റെ മകനാണ്. അപ്പം തൻ്റെ അച്ഛനെ തടുക്കുക എന്നുള്ളത് നമ്മുടെ ഷാങ്ക്സിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാങ്ക്സ് ഗാർലിങ്ങുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഷെംറോക്ക് അവിടെ ഇല്ലേ, ഷെംറോക്കുമായിട്ട് ആരാ ഫൈറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ ഷെംറോക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മങ്കി ഡ്രാഗൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഗാർലിങ്ങും നമ്മുടെ ഷാങ്ക്സും തമ്മിലുള്ള ഫൈറ്റിൽ വിജയിക്കാരാണെന്ന് വെച്ചാൽ അതിൽ വലിയ സംശയമൊന്നും വേണ്ട. നമ്മുടെ ഷാങ്ക്സിനെ വിജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഗാർലിംഗ് നമ്മുടെ ഷാങ്ക്സിൻ്റെ അത്രത്തോളം പവർഫുള്ളൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാലും ഒരു യോങ്കോ ലെവൽ പവറുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും നമ്മുടെ ഗാർലിംഗ്. അപ്പോൾ എനിക്കിപ്പം ഗാർലിങ്ങിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതിനായിട്ട് ഞാൻ കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പറയാം. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരുന്ന് ബെല്ലൈക്കൻ അൽബ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മറ്റൊരു ദിവസം കാണുന്നവരെ ബൈ ബൈ.